ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു സാധാരണ വീഡിയോ ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയും പലരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വലിയൊരു രഹസ്യമായ കാര്യമായിട്ട് തോന്നും, ഇതെന്താണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വളരേണ്ട ഒരു ഉള്ളുണർവാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ജീവിതം എങ്ങനെയാണ് നമ്മൾക്ക് തുടങ്ങുന്നത്? ജനനം, പഠനം, ജോലി, പണം, കുടുംബം, പ്രശ്നങ്ങൾ, സന്തോഷം, ദുഃഖം, പേടി, മത്സരം, താരതമ്യം, ചെറിയ ചെറിയ വിജയങ്ങൾ, ചെറിയ ചെറിയ പരാജയങ്ങൾ, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ജീവിതം. ഒരു ദിവസം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ തുടങ്ങും, ഇതാണോ ജീവിതം? ഞാൻ ആരാണ്? ഞാൻ ഇത്രയും ഓടുന്നത് എന്തിനാണ്? എനിക്കെന്തിനാണ് ഇത്ര ഭയം? എനിക്കെന്തിനാണ് ഈ വിഷമം? ആ ചോദ്യം ഉയരുന്ന നിമിഷം തന്നെയാണ് ആത്മീയ ഉണർവിൻ്റെ തുടക്കം. ആത്മീയ ഉണർവ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതല്ല. അത് നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ വിളക്ക് തെളിയുന്നത് പോലെ, നീണ്ടകാലം ഇരുട്ടിൽ നിന്ന് ഒരു മുറിയിൽ വെളിച്ചം തെളിയുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. നമ്മുടെയൊക്കെ ജീവിതം മുഴുവനും നമ്മൾ രണ്ട് കാര്യങ്ങളിലാണ് കുടുങ്ങി നിൽക്കുന്നത്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? എനിക്കിനിയും എന്താണ് നേടാനുള്ളത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് മനസ്സിനെ അടിമയാക്കുന്നത്. പക്ഷേ ഈ ആത്മീയ ഉണർവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യങ്ങൾ പതുക്കെ അലിഞ്ഞില്ലാതായി പോവും. ഒരു സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഒരിക്കൽ നമ്മൾക്ക് സഹിക്കാനാവാത്ത ഒരു പ്രശ്നം 2 വർഷത്തിന് ശേഷം നമ്മളത് ഓർക്കുമ്പോൾ ചെറിയ അനുഭവം പോലെ തോന്നും. അന്നത് ജീവിതത്തിൻ്റെ അവസാനം പോലെ തോന്നിയിരുന്നു. ഇനി എനിക്ക് മുന്നോട്ട് എൻ്റെ ജീവിതമില്ല എന്ന് തോന്നിയ തോന്നിയ സമയങ്ങൾ ഇന്ന് അതൊരു നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ഒരു കഥ പോലെ തോന്നും. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ വിഷമവും. ഒരിക്കൽ നമ്മൾക്കത് അനുഭവമാകും. ഈ സത്യം മനസ്സാഴത്തിൽ അതിനെ മനസ്സിലാക്കി ഗ്രഹിക്കുന്ന നിമിഷമാണ് ഉണർവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആത്മീയ ഉണർവ് വന്നു കഴിയുന്ന ആളുകൾ കുറ്റപ്പെടുത്തലുകൾ കുറയ്ക്കും. മുൻപ് എല്ലാത്തിനും ആരെങ്കിലുമൊക്കെ കുറ്റം പറയും. ഞാൻ കാരണമല്ല, നീ കാരണമാണ്, അവർ കാരണമാണ്, അവൾ കാരണമാണ്, എൻ്റെ അയൽവക്കത്തുകാരൻ കാരണമാണ്, എൻ്റെ ശത്രു കാരണമാണ്, കുടുംബം, സമൂഹം, ഭാഗ്യം, പണം. പക്ഷേ ഒരു ദിവസം മനസ്സിലാകും, എൻ്റെ എല്ലാ വിഷയങ്ങൾക്കും എൻ്റെ വികാരങ്ങൾക്കും കാരണം ഞാനാണ്. ആ തിരിച്ചറിവ് ഒരു മനുഷ്യനെ ശക്തനാക്കും. അപ്പോൾ യഥാർത്ഥ ആത്മീയത ക്ഷേത്രത്തിൽ പോകുന്നതിൽ മാത്രമല്ല ഉള്ളത്, ജപത്തിൽ മാത്രമല്ല ഉള്ളത്, അത് മനസ്സിൻ്റെ ശുദ്ധിയിലാണ്. ആ ഒരു ശുദ്ധി കർമ്മം ഒരുവനിൽ നടക്കണം. മറ്റൊരാളെ വെറുക്കുന്ന മനസ്സ് ഒരിക്കലും ആത്മീയമല്ലത്. അസൂയയും പ്രതികാരവും നിറഞ്ഞൊരു മനസ്സ് ഒരിക്കലും ശാന്തമല്ല. ഉണർവ് എന്ന് പറയുമ്പോൾ അത് മനസ്സ് ശുദ്ധമാകുന്ന ഒരു പ്രക്രിയയാണ്. ആത്മീയ ഉണർവ് വന്ന ഒരാൾ ഒറ്റയ്ക്കിരിക്കാൻ പോലും പേടിക്കില്ല. കാരണം ആ ഒരു വ്യക്തി തൻ്റെ കൂടെ തന്നോട് തന്നെ ഒരു സൗഹൃദം ആരംഭിച്ചിരിക്കും. മുൻപ് ശബ്ദം വേണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബിസിയായ ഒരു സാഹചര്യം വേണമായിരുന്നു, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു, ഫോൺ വേണമായിരുന്നു. ഇപ്പോൾ ആ നിശബ്ദത മാത്രം മതി. നിശബ്ദത തന്നെ ഒരു സുഖമായിട്ടുള്ളൊരവസ്ഥയായിട്ട് തോന്നും. നിശബ്ദതയിലാണ് നമ്മളെ കാണുന്നത്. ശബ്ദത്തിൽ നമ്മൾ അഭിനയിക്കുന്ന വേഷം മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ അഭിനയിക്കുകയാണ് അവിടെ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ അഭിനയിക്കുകയാണ്. അതേസമയം നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് നോക്കാൻ ശ്രമിക്കും. നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് മനസ്സിലാകും. ശരിയാണോ തെറ്റാണോ ഒരു വിശകലനം നടക്കും. നമ്മൾക്കിപ്പോഴും 2 മുഖങ്ങളുണ്ട്.
ലോകത്തിൻ്റെ മുന്നിലൊരു മുഖമുണ്ട്, നമ്മുടെ ഉള്ളിലൊരു മുഖമുണ്ട്. എല്ലാവരോടും നല്ല ഹാപ്പിയായിട്ട് ചിരിക്കും, പക്ഷേ ഉള്ളിൽ പുറത്ത് അറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമാവസ്ഥ ഉണ്ടാകും. പുറത്ത് നമ്മൾ ധൈര്യമായിട്ട് കാണിക്കും, പക്ഷേ ഉള്ളിലൊരു ഒരു ഭയമായിരിക്കും. ഈ രണ്ടിനുമിടയിലുള്ള അകലം തന്നെയാണ് വേദന. അതാണ് നമ്മൾക്ക് വേദന തരുന്നത്. ആത്മീയ ഉണർവ് ഈ രണ്ടിനെയും ഒന്നാക്കുന്ന യാത്രയാണ്. നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും. നമ്മുടെ കൂടെയുള്ള ആളുകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, നമ്മുടെ ബന്ധങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, നമ്മുടെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു ദിവസം നമ്മൾക്ക് മനസ്സിലാകും, ഈ നിയന്ത്രിക്കാൻ കഴിയുന്നത് എൻ്റെ പ്രതികരണമാണ്. എൻ്റെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. ഈ തിരിച്ചറിവ് വന്നാൽ മാത്രമേ മനസ്സിനെ ലഘുവാക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിനെ ലഘുവാകിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു റിലീഫ് കിട്ടുകയുള്ളൂ. ഈ ആത്മീയ ഉണർവ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ദുഃഖം മാറണമെന്നില്ല, ഇല്ലാതാകില്ല. പക്ഷേ ആ ദുഃഖം നമ്മൾക്ക് തരുന്ന ആ ഒരു വിഷയത്തിന് നമ്മൾ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് മാറും. മുമ്പെല്ലാം നമ്മളതിനെ നോക്കുമ്പോൾ ആ പ്രശ്നമെന്ന് കരുതി നമ്മൾ കാണുന്ന ആ ഒരു കാര്യം നമ്മളെ തകർക്കുന്നതായിരുന്നു. ഇപ്പോൾ അത് നമ്മളെ വളർത്തുന്ന ഒരു വിഷയമായിട്ട് മാറും. മരം വളരണമെങ്കിൽ ഒരു മഴ വേണം, വെളിച്ചം വേണം, കാറ്റ് വേണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ വളരാൻ അനുഭവങ്ങൾ വേണം. ഈ സത്യം സ്വീകരിക്കുന്ന നിമിഷം തന്നെയാണ് നമ്മളിൽ ആത്മീയ ഉണർവുണ്ടാകുന്നത്. ആരും നമ്മളെ വേദനിപ്പിച്ചാൽ ആദ്യമൊക്കെ നമ്മൾക്ക് ദേഷ്യം വരുമായിരുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഉണർന്നവൻ അല്ലെങ്കിൽ ആത്മീയ ഉണർവ് കിട്ടിയവൻ കോപത്തെ നോക്കി തുടങ്ങും. അതായത് ഈ കോപം എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാണ് ഞാനിപ്പോൾ കോപപ്പെടുന്നത്, ഇതിനുള്ള കാരണം എന്താണ്, എന്തെങ്കിലും ഒരു ഭാഗം ഇതിനുള്ള ഒരു കാരണം എൻ്റെ ഭാഗത്തുണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകും. ആ നിരീക്ഷണത്തിൽ തന്നെ അവരിൽ മാറ്റം ആരംഭിക്കും. നമ്മുടെയൊക്കെ മനസ്സൊരു കുഞ്ഞിനെ പോലെയാണ്. അടിച്ചാൽ കൂടുതൽ കരയും, മനസ്സിലാക്കിയാൽ ശാന്തമാകും. നമ്മുടെ വികാരങ്ങളെയും അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആത്മീയ ഉണർവെന്ന് പറയുമ്പോൾ അത് തെറ്റ് ചെയ്യാതിരിക്കുന്നുള്ള, അല്ലെങ്കിൽ തെറ്റൊന്നും ചെയ്യാതെ സത്യസന്ധനായിരിക്കണം എന്നുള്ളതല്ല ആത്മീയ ഉണർവ്. ഒരു തെറ്റ് ചെയ്താലും ആ തെറ്റിനെ തിരിച്ചറിയാനുള്ള ഒരു ധൈര്യം വരികയാണ് അപ്പോൾ നമ്മൾക്കുണ്ടാകുന്നത്. മാപ്പ് ചോദിക്കാനുള്ള ഒരു വിനയം വരികയാണ്. മറ്റുള്ളവരെ അവരോട് ക്ഷമിക്കാനുള്ള ഒരു വലിയ മനസ്സ് നമ്മൾക്ക് വരികയാണ്. ഇതെല്ലാം വരണമെങ്കിൽ നമ്മൾക്ക് ആത്മീയ ഉണർവുണ്ടാകണം. നമ്മൾ പുറത്ത് കാണുന്ന നമ്മുടെ ഈ ചുറ്റുപാടുകളിലെല്ലാം മത്സരം കൂടുതലാണ്. എല്ലാ മേഖലകളിലും മത്സരമാണ്. ആത്മീയ പാതയിൽ മത്സരമില്ല. ഇവിടെ നിങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളെക്കാൾ ഇന്ന് നല്ലവനായാൽ മതി. ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെയായിരുന്നു അതല്ല, ഈ ഉണർവ് കിട്ടിയതിന് ശേഷം മുതൽ നിങ്ങൾ എങ്ങനെയാണ്, അവിടെ നിങ്ങൾ നല്ലവനായിട്ടിരുന്നാൽ മതി. നമ്മുടെ ഈ ശരീരം ഒരു ദിവസം ഇല്ലാതാകും. അതൊരു പരമമായ സത്യമാണ്. സൗന്ദര്യം മാറും, പണം പോകും, പേരില്ലാതാകും. പക്ഷേ നമ്മുടെ ഉള്ളിൽ വളർത്തിയ സമാധാനം മാത്രം നമുക്കൊപ്പമുണ്ടാവും. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ കുറയും. ആഗ്രഹമില്ലാതെ ഒരു മനുഷ്യർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? പറ്റില്ല. പക്ഷേ ആഗ്രഹത്തിൻ്റെ അടിമയായി ജീവിക്കേണ്ടതില്ല എന്ന് മാത്രമാണ് ആത്മീയ ഉണർവ് നമ്മളോട് പറയുന്നത്. അതാണ് ഉണർവ്. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു തിരച്ചിലുണ്ടെങ്കിൽ, ആ തിരച്ചിൽ വിശുദ്ധമാണ്. അത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. അങ്ങനെയുള്ള ഒരു തിരച്ചിൽ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ വീഡിയോ അവസാനം വരെ കാണാൻ പറ്റിയിട്ടുണ്ടാവുക. ഞാൻ ഒരു വീഡിയോകളിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്നെ പിന്തുടരണമെന്നോ ഞാൻ പറയില്ല. ഇതെല്ലാം പ്രപഞ്ചം അനുവദിച്ചാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ.
അത് പ്രപഞ്ചം തീരുമാനിക്കുന്നവരുടെ കയ്യിൽ എത്തിച്ചേരും. പ്രപഞ്ചം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചനാഥനായ മഹാദേവൻ ആരിലേക്ക് ഇത് എത്തിക്കണം എന്ന് വിചാരിക്കുന്നു അവരിലേക്ക് മാത്രമേ. കണ്ടില്ലേ, ഞാനിത് പറഞ്ഞപ്പോൾ അവിടെ പല്ലി അലച്ചു. അപ്പോൾ നമ്മൾ നല്ല വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പല്ലി ശബ്ദം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ എനിക്കിവിടെ അവിടെ ഒരു മെസ്സേജ് വന്നു. ഈ പ്രപഞ്ച സത്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രപഞ്ചത്തിൻ്റെ അനുവാദം വേണം. ഈ പ്രപഞ്ചനാഥനായ മഹാദേവൻ്റെ അനുവാദം വേണം. അങ്ങനെയുള്ളവർ മാത്രമേ ഇതേമാതിരിയുള്ള വീഡിയോകളിൽ അവസാനം വരെ നിന്ന് ശ്രദ്ധയോടെ കേൾക്കുകയുള്ളൂ. ഓരോ ദിവസവും കുറച്ച് സമയം ശാന്തമായി നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ശ്വാസമാണ് നമ്മുടെ മഹാദേവൻ. നമ്മൾ അമ്പലങ്ങളിൽ കാണുന്നതല്ല. അമ്പലങ്ങളിൽ കാണുന്ന അവിടെ ആ വൈബ്രേഷനാണ്. ഈ വൈബ്രേഷൻ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ആ കുംഭാഭിഷേക സമയത്ത് ഈ പ്രപഞ്ചത്തിൽ നിന്നും ഈ ആകാശത്തിൽ നിന്നുമാണ് ആ എനർജിയെ സ്വീകരിക്കുന്നത്. ഈ മഹാദേവനിൽ നിന്നാണ് എല്ലാവരിലേക്കും ഈ എനർജി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ചിന്തകൾ വരട്ടെ, പോകട്ടെ. നിങ്ങൾ സാക്ഷിയായി മാത്രം ഇരിക്കുക. അങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാകും നിങ്ങൾ ചിന്തയല്ല, നിങ്ങൾ വികാരമല്ല, അവയെ കാണുന്ന സാക്ഷിയാണ് നീയെന്ന്. ആ സാക്ഷി സ്ഥിതിയാണ് യഥാർത്ഥ ആത്മീയ ഉണർവ്. ഒരു ദിവസം നിങ്ങൾ ആരെയും എൻകറേജ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആർക്കും നിങ്ങളിൽ നിന്നും എടുക്കാൻ പറ്റാത്ത ഒരു മൂല്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം ലളിതമാകുന്നത്. പിടിച്ചു നിർത്തി ജീവിക്കാതെ വിടാൻ പഠിക്കുക. എല്ലാം നമ്മളിലേക്ക് പിടിച്ചു വെക്കണം എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഗോൾഡൻ ക്ലാസ്സിലും സിൽവർ ക്ലാസ്സിലും ആയിരക്കണക്കിന് പണം കൊണ്ട് ഫീസ് കെട്ടി പോയി ക്ലാസ്സിന് കയറി മില്ലിയനിയറുമാകാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ആത്മാവിന് എന്താണ് ആവശ്യം അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഒന്നിനെയും പിടിച്ചു നിർത്താൻ പഠിക്കാതെ, ബന്ധങ്ങളെ പിടിച്ചു കെട്ടാതെ സ്നേഹത്തോടെ അനുഭവിക്കാൻ പഠിക്കുക. അവിടെ അടിമത്തം ചെയ്യരുത്. അടിമത്തമില്ലാത്ത സ്നേഹമാണ് ഏറ്റവും വലിയ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയ ഉണർവ് ഒരു സൂപ്പർ പവറൊന്നും നമ്മൾക്ക് നൽകില്ല. പക്ഷേ ഏറ്റവും വലിയ ശക്തി നമ്മൾക്ക് നൽകും മനസ്സിൻ്റെ സമാധാനം. എന്തൊക്കെ ഉണ്ടെങ്കിലും അതില്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അല്ലേ? നമ്മൾക്ക് എന്തൊക്കെ ഇല്ലെങ്കിലും സമാധാനമുണ്ടെങ്കിൽ എല്ലാമുള്ള ഒരവസ്ഥയാണ്. മനസ്സിൻ്റെ സമാധാനമുള്ള ഒരാൾക്ക് ഭയമില്ലാതെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ പറ്റും. വ്യക്തതയോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ ജീവിതയാത്രയിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നും. അതൊരിക്കലും തെറ്റല്ല. പഴയ ചിന്തകൾ മരിക്കുന്നു, പുതിയ ബോധം ജനിക്കുന്നു. ആ ഇടവേള അല്പം അസ്വസ്ഥമാണ്. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അതിനുശേഷം ഒരു പുതിയ ജനനം പോലെ നിങ്ങൾക്ക് അനുഭവങ്ങൾ വരും. നാളെയല്ല, ഇപ്പോഴാണ് സമയം. ഈ നിമിഷം തന്നെ തുടങ്ങണം. ചിലർ പറയും നാളെ മുതൽ ഞാൻ തിരുത്താൻ തീരുമാനിച്ചിരിക്കും, നാളെ മുതൽ എൻ്റെ ജീവിതം ഞാൻ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലുമല്ല. എപ്പോൾ നിങ്ങൾക്ക് ആ മനസ്സിലത് തോന്നുന്നു ആ നിമിഷം നിങ്ങൾ മാറാൻ തയ്യാറാകണം. നിങ്ങൾ തിരയുന്ന സമാധാനം പുറത്തൊന്നുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അത് മറച്ചിരിക്കുന്നത് പേടിയും കുറ്റബോധവും അസൂയൊക്കെ കൊണ്ടാണ്. അവയെ പതുക്കെ വിടണമെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്വാസ നിയന്ത്രണത്തിലൂടെ മഹാദേവൻ്റെ എനർജിയെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും വലിയ അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും, പക്ഷേ നമ്മൾ മാറി. അതാണ് ഏറ്റവും വലിയ അനുഭവം അതാണ്. ഞാൻ മാറി. എന്തൊക്കെ സാഹചര്യങ്ങളിലും ഏത് പ്രശ്നങ്ങളും എൻ്റെ മനസ്സിനെ അലട്ടുന്നില്ല. ഇതുവരെ എനിക്കില്ലാതിരുന്ന ഒരു മനസ്സമാധാനം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആത്മീയ ഉണർവ്. വെളിച്ചം ഒരിക്കലും പുറത്തുനിന്ന് വരില്ല കൂട്ടുകാരെ, അത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് പടരും. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അഹങ്കാരം എങ്ങനെ ഉരുകുന്നു,
അപ്പോൾ അടുത്ത വീഡിയോയിൽ ആത്മീയ ഉണർവിനെ പറ്റി ഇനിയും നിറയെ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.